നമസ്കാരം BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം തൊടുപുഴയിൽ നടന്നു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഈ വർഷം 1ാം ക്ലാസ്സിലേക്ക് 15,000-ഓളം കുട്ടികൾ. പൂക്കളും മധുരപലഹാരങ്ങളും നൽകിയ അധ്യാപകർ കുട്ടികളെ വരവേറ്റു. കേന്ദ്ര സർക്കാരിന്റെ 1ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി BJP തൊടുപുഴ മുനിസിപ്പൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച കേരള കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോണി പൂമറ്റത്തിന്റെ മൃതദേഹം തൊടുപുഴയിൽ പൊതുദർശനത്തിന് വെച്ചു. മന്ത്രി PJ ജോസഫ് ഉൾപ്പെടെ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. അറക്കുളത്ത് രക്തദാന സേന രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കുട്ടികൾ അക്ഷരമുറ്റത്തേക്ക്. ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ AM ഹാരിത്ത് അധ്യക്ഷത വഹിച്ചു. ഓരോ കുട്ടിയുടെയും സമഗ്ര വ്യക്തിത്വ വികസനത്തിന് വേദിയാകുന്ന സ്ഥലമാണ് സ്കൂൾ. അധ്യാപകരുടെ നിർണായകമായ പങ്കുവഹിക്കും. അധ്യാപകരും കുട്ടികളും ഒന്നു ചേർന്നാണ് പ്രവേശനോത്സവം നടത്തുന്നത്. ഈ വേദിയാകുന്ന സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളാണ്. വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയം. ഞാൻ അന്വേഷിച്ചപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രവേശനം നേടിയിരിക്കുന്നു. അതുപോലെ ഈ കുട്ടികളെ എല്ലാം നമുക്ക് നന്നായി പരിശീലിപ്പിക്കണം. എന്താണ് ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായ ഒരു അന്തരീക്ഷം സ്കൂളുകളിൽ വളർത്തിയെടുക്കണം. പ്രത്യേകിച്ച് പ്രൈമറി ചടങ്ങിൽ സൗജന്യ പാഠപുസ്തക വിതരണവും സൗജന്യ യൂണിഫോം വിതരണവും അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾക്കുള്ള പഠനോപകരണ കിറ്റിന്റെ വിതരണവും നടന്നു. കോതമംഗലം കോർപ്പറേറ്റ് വിദ്യാഭ്യാസ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ടെനിസ്ലാവൂസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രവേശനോത്സവ റാലി തൊടുപുഴ DYSP സാബു മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുല്ലേപ്പള്ളി, കൗൺസിലർ ജോസ് മഠത്തിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷിബിലി സാഹിബ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, നൈസി കുര്യാക്കോസ്, MA കരീം, നീത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ ഷീജ ജയൻ, MM വർഗീസ്, ഗീത അരവിന്ദൻ, ജോസ് മഠത്തിൽ, VN ഷാജി, ബോബൻ ജേക്കബ്, KV ഇല്യാസ്, MM നസീർ, ഷാഹുൽ ഹമീദ്, റോയി T ജോസ് ആന്റണി, VP പുരുഷോത്തമൻ, VM ഫിലിപ്പച്ചൻ, ലംബൈ മാത്യു, KB നിസാർ, AC കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മന്ത്രി PJ ജോസഫ് കുട്ടികൾക്കായി ഗാനവും ആലപിച്ചു. ജില്ലാതല പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് തൊടുപുഴ നഗരത്തിൽ വർണ്ണാഭമായ പ്രവേശനോത്സവ റാലി നടന്നു. തൊടുപുഴ DYSP സാബു മാത്യു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വീണ്ടും ഒരു വർഷം സ്കൂളിലേക്ക് വരുന്ന വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി ഈ സമയത്ത് എല്ലാവിധ ആശംസകളും ഞാൻ ഇവിടെ വരുന്ന കുട്ടികൾക്ക് നേരുന്നു. പുതിയതായിട്ട് വിദ്യാരംഭത്തിനെത്തിക്കുന്ന കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.
ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെയാണ് റാലി ആരംഭിച്ചത്. വർണ്ണത്തൊപ്പിയും വിവിധ കലാരൂപങ്ങളുടെ ചമയങ്ങളും അണിഞ്ഞ സ്കൂൾ വിദ്യാർത്ഥികൾ റാലിക്ക് മേളക്കൊഴുപ്പേകി. മുനിസിപ്പൽ കൗൺസിലർമാരും മറ്റും ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അടക്കം നിരവധി ആളുകൾ റാലിയിൽ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ സ്കൂളുകളിലേക്ക് പ്രവേശനം നേടിയ കുരുന്നുകളെ വരവേൽക്കുവാനായി നടത്തപ്പെടുന്ന ജില്ലാതല മത്സരാരി അഭിവാദനത്തിന്റെ സെമിനാർ നടന്നു വരുന്നത് ഘോഷയാത്രയിൽ കവിതകൾ പാടിപ്പിക്കുവാനും കാണാപ്പാടം കാട്ടിൽ കളയുവാനും കാട്ടിൽ ജില്ലയിൽ ഈ വർഷം 1ാം ക്ലാസ്സിലേക്ക് 15,000-ഓളം കുട്ടികൾ പ്രവേശനം നേടി. ജില്ലയിൽ എയ്ഡഡ് മേഖലയിൽ 256 സ്കൂളുകളും ഗവൺമെന്റ് മേഖലയിലെ 199 സ്കൂളുകളിലുമായി ആകെ 1,18,671 കുട്ടികളാണ് ഉള്ളത്. അമ്മമാരുടെ കൈപിടിച്ച് കുരുന്നുകൾ അക്ഷരമധുരം നുണയാനെത്തി. പൂക്കളും മധുരപലഹാരങ്ങളും നൽകിയാണ് അധ്യാപകർ കുട്ടികളെ വരവേറ്റത്. പുതിയ കൂട്ടുകാരെ കണ്ടിട്ടും അച്ഛനെയും അമ്മയെയും പിരിയാൻ വയ്യാതെ വാശി പിടിച്ച് കരഞ്ഞവരും കുറവല്ല. പുത്തനുടുപ്പും കൊടിയും ബാഗും പുസ്തകങ്ങളും കിട്ടിയതിന്റെ സന്തോഷത്തിൽ പുതിയ ലോകത്തേക്ക് കുരുന്നുകളെത്തി. മിക്ക സ്കൂളുകളിലും വർണ്ണം നിറഞ്ഞ ചുമരുകളിലെ ചിത്രങ്ങൾ കുട്ടികൾക്ക് കൗതുകമായി. ബലൂണുകളും പൂക്കളും കൊണ്ട് മിക്ക സ്കൂളുകളിലെയും ക്ലാസ് മുറികൾ അലങ്കരിച്ചിരുന്നു. അങ്ങനെ കരഞ്ഞും ചിരിച്ചും ആദ്യ സ്കൂൾ ദിനം കുരുന്നുകൾ ഗംഭീരമാക്കി. അറക്കുളം ബ്ലോക്ക് തല പ്രവേശനോത്സവം മൂലമറ്റം IHEP UP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബ്രിജിത്ത് സിറിയക് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളൊക്കെ പുറകോട്ട് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പോയ ഒരു കാലം ഓർത്താൽ കരഞ്ഞു പോയി. നമ്മൾ കരഞ്ഞില്ലെങ്കിൽ തന്നെ വേറെ കുഞ്ഞുങ്ങൾ കരയാനുണ്ടാവും. അപ്പോൾ അവർ കരയുന്ന കാണുമ്പോൾ നമ്മൾ ഏറ്റുപിടിച്ച് കരയായിരുന്നു. പക്ഷെ ഇന്ന് ഒരൊറ്റ പിള്ളേർ പോലും കരയുന്നില്ല. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഇവരൊക്കെ ഇവിടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞു, ഒന്നെങ്കിൽ അംഗൻവാടികൾ അല്ലെങ്കിൽ നഴ്സറികളിലൊക്കെ പോയിട്ട് വന്നവരായിരിക്കും എന്നല്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് ആരും കരയാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ല കുഞ്ഞുങ്ങളാണ് നിങ്ങളൊക്കെ കേട്ടോ. ആണോ? ആരും കരയാതെ തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ പോകുന്നു. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ഉത്സവമായിരിക്കും. ഇവിടെ മിഠായികൾ കാണും, ബലൂണുകൾ കാണും. ക്ലാസ്സിലും നിങ്ങൾക്ക് നല്ല കളർ പുസ്തകങ്ങള്, കളർ ചൂരികള്, അങ്ങനെ ഒരു ഉത്സവമായിട്ടാണ് നിങ്ങൾക്ക് മാറാം. അപ്പൊ ആദ്യം പറഞ്ഞു നമ്മള് ഈ പ്രവേശനോത്സവം ആഘോഷിക്കേണ്ടെന്ന് ചില മാതാപിതാക്കൾ പറഞ്ഞായിരുന്നു. അന്ന് ഇതൊക്കെ ബ്ലോക്ക് തലമായിരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചടങ്ങ് വെച്ചേ പറ്റൂ. അതുകൊണ്ട് ചടങ്ങ് നടക്കുന്നത് മാത്രം. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ 1ാം ക്ലാസ്സിലേക്ക് വന്ന കുഞ്ഞുങ്ങള് ഇവരൊക്കെ വേറെ അക്ഷരങ്ങൾ പഠിച്ചിട്ട് വന്നവരായിരുന്നെങ്കിലും. ബ്ലോക്ക് മെമ്പർ ശശി കടപ്ലാക്കിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ സജി മാത്യൂസ് സ്വാഗതം ആശംസിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന ജോൺസൺ കുട്ടികളെ സ്വീകരിച്ചു. പഞ്ചായത്ത് അംഗം ഗീത തുളസീധരൻ പഠനക്കിറ്റ് വിതരണം നിർവഹിച്ചു. അറക്കുളം AEO TA ജോസഫ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഹെഡ്മാസ്റ്റർ ഇൻചാർജ് സോഫി, PTA പ്രസിഡന്റ് കുമാരി ഷിജോ, ദിലീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കരിമണ്ണൂർ വിന്നേഴ്സ് പബ്ലിക് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ PTA പ്രസിഡന്റ് രാജേഷ് തോമസ് അധ്യക്ഷത വഹിച്ചു.
കരിമണ്ണൂർ മുത്തൂറ്റ് ഫിൻകോർപ്പ് മാനേജർ ജോസ് ജോർജ് നവാഗതരെ മധുരപലഹാരങ്ങളും ഉപഹാരങ്ങളും നൽകി സ്വീകരിച്ചു. സ്കൂൾ മാനേജർ എം. ബി. വിജയനാഥൻ, പ്രിൻസിപ്പൽ പി. ജെ. ജെയിംസ്, MPTA വൈസ് ചെയർപേഴ്സൺ സുനിത അജിത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി BJP തൊടുപുഴ മുനിസിപ്പൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന യോഗം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ ആളുകൾക്ക് നല്ല ദിവസം വരാൻ വേണ്ടി ഹ്യൂമൻ കോളേജിൽ അവിടെ 250 അംഗവൈകല്യമുള്ളവർക്ക് പ്രത്യേകം ഒരു ഷെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ പ്രത്യേക ഷെഡിൽ 250ഓളം അംഗവൈകല്യമുള്ള ആളുകളെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. രാവിലെ 6 മണി തൊട്ട് മുഖ്യമന്ത്രിയെ തൃക്കൺ പാർക്കാൻ. അവരെ കാണാൻ മുഖ്യമന്ത്രിക്ക് സമയം കിട്ടിയില്ല. അംഗവൈകല്യമുള്ളവർ, ആരംഭഹീനർ മുഖ്യമന്ത്രിയെ കാത്ത് ഈ ചൂടത്ത് ബിയർ പൊളിച്ചു കിടക്കുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി വേണ്ട. ഉണ്ടല്ലോ നിങ്ങളുടെ MLA. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയെല്ലാം വേലക്കുട്ട കുടുംബശ്രീ ജോസഫിന്റെ പദ്ധതിയായി അവതരിപ്പിച്ചവൻ നിങ്ങളുടെ MLA മന്ത്രി. അംഗവൈകല്യമുള്ളവർ ബഹളം വെച്ചു. തഹസീൽദാർമാർ പോയി, വില്ലേജ് ഓഫീസർമാർ പോയി, വില്ലേജ് പ്യൂണന്മാർ പോയി, വില്ലേജ് ശിപായികൾ പോയി. അംഗവൈകല്യമുള്ളവരുടെ നിവേദനം ഏറ്റുവാങ്ങി 2000 BJP തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് KS അജി അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് PA വേലുക്കുട്ടൻ, ദേശീയ സമിതി അംഗം PP സാനു, ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു ജെ കൈമൾ, ജില്ലാ സെക്രട്ടറിമാരായ PR വിനോദ്, PP ചന്ദ്രശേഖരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് CC കൃഷ്ണൻ, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അന്നമ്മ കുരുവിള, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ബിറ്റാച്ച് ജോസഫ്, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KP രാജേന്ദ്രൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി TN സുശീലൻ നായർ, നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ MK അബു, സുരേഷ് കണ്ണൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ TS രാജൻ, PG രാജശേഖരൻ, സിജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർത്തകൾ തുടരുന്നു. കേരള കോൺഗ്രസ് കറിയ തോമസ് സമരപ്രഖ്യാപന ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് തോമസ് കുന്നപ്പള്ളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. റോഷി അഗസ്റ്റിനെതിരെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം LDF അംഗീകരിക്കണമെന്ന് യോഗത്തിൽ പ്രമേയമായി അവതരിപ്പിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയുടെ ഉമ്മൻചാണ്ടി സർക്കാർ തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത്. പട്ടയ പ്രശ്നത്തിലും ക്ഷീര കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളിലും സർക്കാർ പരാജയപ്പെട്ടു. ഇതിനെതിരെയാണ് കേരള കോൺഗ്രസ് ജില്ലയിൽ സമരം നടത്തുന്നത്. കട്ടപ്പനയിൽ നടന്ന കൺവെൻഷൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തോമസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് തോമസ് കുന്നപ്പള്ളി കുറ്റപ്പെടുത്തി. നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയം പ്രസക്തമായി നിൽക്കുകയല്ലേ. ഡെമോക്രസിന്റെ വാള് പോലെ നമ്മുടെ ഈ കേരള ജനതയുടെ മുമ്പിൽ, പ്രത്യേകിച്ച് ഇടുക്കിയിലെ നിവാസികളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ വിഷയങ്ങൾ അവസാനിച്ചു. ആ വിഷയം പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ടു പോകുവാൻ, അതിന്റെ കേസ് കോടതികളിൽ വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് അവതരിപ്പിച്ച വക്കീലന്മാരെ വെച്ച് കേസ് നടത്തുവാൻ നമ്മുടെ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ സുപ്രീം കോടതികളിൽ നമ്മൾ നിരന്തരമായി നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോണി ചെരുവറമ്പ് അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ വക്കച്ചൻ ആലക്കപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറിമാരായ ബിജു ഐക്കര, ബേബി മുണ്ടപ്പള്ളി, ബേബി കുരുവൻപക്കൽ, ഷാജി കടമല, ഷിബു കറ്റുവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു.